എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവോസ് ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ലൈനിങ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ലൈനിങ് തുണി 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുവാണ്. ഇതെല്ലാം ഓപ്പൺ ഭാഗമാണ്, ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇങ്ങനെ 2ആയി മടക്കിയിട്ടാണ് ഇതും 2ആയി മടക്കി ഇതും 2ആയി മടക്കി എന്നിട്ടാണ് 4 ആയിട്ട് മടക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അളവുകളിലേക്ക് പോകാം. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 14 ഇഞ്ചാണ്, അതിന്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് ഭാഗം ഓപ്പൺ ചെയ്ത് താഴെ ഒരു ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ ജോയിന്റിനും കൂടെ ചേർത്ത് 1/2 ഇഞ്ച് കൂട്ടി 7.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ജോയിന്റ് ഇല്ലെങ്കിൽ 7 മതി. ഇവിടെ ജോയിന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് 1/2 ഇഞ്ച് കൂട്ടി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി ആം ഹോള് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം താഴേക്ക്. ചെസ്റ്റിന്റെ വിഡ്ത്ത് 40 ഇഞ്ചാണ്. 40ന്റെ 4/1 10 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് ഇടാം. എന്നിട്ട് ഇതിനെ ബോക്സായി വരച്ചെടുത്തതിന് ശേഷം ആം ഹോളിന്റെ ഈ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു കർവ് വരച്ചെടുക്കാം. നെക്കിന്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 5.5 ഇഞ്ചും ബാക്ക് നെക്കിന്റെ ഇറക്കം 4.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ബാക്ക് നെക്ക് റൗണ്ട് ആണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു വി ആണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബോഡി ഷേപ്പ് മാർക്ക് ചെയ്യാം. ബോഡി ഷേപ്പിന്റെ ഹൈറ്റ് 14 ഇഞ്ചാണ്. അത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടത്തെ വിഡ്ത്ത്, ബോഡി ഷേപ്പിന്റെ വിഡ്ത്ത് 36 ഇഞ്ചാണ്. 36 ഇഞ്ചിന്റെ 4/1 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 36ന്റെ 4/1 എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് ഇടാം. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. സ്ലിറ്റിന്റെ ഹൈറ്റ് നമുക്കിനി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. സ്ലിറ്റിന്റെ ഹൈറ്റ് 21 ഇഞ്ചാണ്. അത് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇവിടത്തെ വിഡ്ത്ത് 41 ഇഞ്ചാണ്. 41 ഇഞ്ചിന്റെ 4/1 10.25 അതും മാർക്ക് ചെയ്യാം. എന്നിട്ട് 1 ഇഞ്ച് സീം അലവൻസ് ഇടാം. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് വരച്ചെടുക്കാം. ഇനി താഴ്ഭാഗത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വരച്ചെടുക്കാം. ടോപ്പിന്റെ ടോട്ടൽ ഹൈറ്റ് 37 ഇഞ്ചാണ്. ഇതുവരെ മതി. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തതിനു ശേഷം വരച്ചെടുക്കാം. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഹൈറ്റിൽ 1.5 ഇഞ്ച് കൂടുതൽ എടുക്കണം. എങ്കിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 37 ഇഞ്ച് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വടങ്ങ് കയറിപ്പോവും. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. അതിനുശേഷം ആം ഹോളിന്റെ ഹാഫ് മാർക്ക് ചെയ്യണം. ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പാർട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ ബോർഡർ രണ്ടും ഒരേപോലെ വച്ചതിന് ശേഷം തുണി 2ആയിട്ട് വിരിച്ചിടാം. എന്നിട്ട് അതിന്റെ ബോർഡർ ഒരേപോലെ വരുന്ന ഭാഗത്ത് ലൈനിങ് വെച്ചതിന് ശേഷം കണ്ടോ, ഇത് ഓപ്പൺ ഭാഗമാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സൈഡ് സ്ലിറ്റിന്റെ ഹൈറ്റ് അറിയാനായിട്ട് ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ തുണി ഇതുപോലെ 2ആയി മടക്കി വിരിച്ചതിന് ശേഷം ബാക്ക് പാർട്ട് ഇതേ ലൈനിങ് തുണി ഇതിൻ്റെ മേലെ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിന്റെ സ്ലിറ്റിന്റെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലൊരു കട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിന്റെ ലൈനിങ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി വിരിച്ചിട്ടുണ്ട്. സ്ലീവിന്റെ ഹൈറ്റ് 18 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിന്റെ വിഡ്ത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ്. എന്നിട്ട് ആം ഹോളിലെ ഈ ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം.
അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിലെ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ അളന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈഡിൽ 10 ഇഞ്ചാണ് വന്നത്. നമുക്ക് ആ 10 ഇഞ്ച് ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം സീം അലവൻസ് ആയിട്ട്. ഇവിടെ ഈ 2.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നടുക്കായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ സീം അലവൻസിൻ്റെ അവിടെ ആയിട്ട് സീം അലവൻസിന് മുന്നായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളിൻ്റെ കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മറ്റേ കയ്യിൽ നമുക്ക് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം അറിയാനായിട്ട് ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കാം. നെക്കില് പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഒരു തുണി ഇതുപോലെ വെച്ചതിന് ശേഷം അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ കട്ട് ചെയ്ത തുണിയെ നമുക്ക് ഇതുപോലെ 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ 2 ലൈനിങ് ക്ലോത്തും വിരിച്ചിടാം. അതിനുശേഷം അതിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മുതൽ ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം താഴെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുവരെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യേണ്ട, അത് ഓപ്പൺ ആയിട്ട് ഇടാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഈ ഓറഞ്ച് കളർ തുണിയെ ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് രീതിയിൽ ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗവും യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിനെ ഓപ്പൺ ആയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ സിബ് വയ്ക്കാം. അതിനായിട്ട് സിബിനെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ അതേ അളവിൽ ബാക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തിലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു കെട്ട് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഭാഗത്തൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ഡോറ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡോറി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് തുന്നിയെടുക്കാം. വെറുതെ ജസ്റ്റ് ഒന്ന് തുന്നുന്നുള്ളൂ, അതൊന്ന് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് തുണിയെ മറിച്ചതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഡോറി കംപ്ലീറ്റ് ഫുള്ളായിട്ട് അകത്തായിരിക്കും. പുറത്ത് ഡോറിയുടെ സ്റ്റിച്ചിങ് വരില്ല. നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, അങ്ങനെ നമ്മൾ ലൈനിങ് തുണിയെ മെയിൻ ക്ലോത്ത് ബാക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തുമായിട്ട് യോജിപ്പിച്ചെടുത്തു. 4 വശവും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് കുത്തി തിരിച്ചു നിർത്തിയതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ട, നല്ല ഫിനിഷായിട്ട് നമുക്ക് സിബ് വയ്ക്കാൻ പറ്റി. അതുപോലെ ഡോറിയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 അറ്റവും കണ്ടോ, ഇതിൻ്റെ 2 അറ്റവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മറിച്ചെടുക്കാം. എന്നിട്ട് ഈ താഴ്ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഓപ്പണായി വരുന്ന ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കിട്ടി. കണ്ടോ, ഈ 2 ഭാഗം ക്ലോസ്ഡ് ആണ്. അതിനുശേഷം നമുക്ക് ഈ ക്ലോസ്ഡ് ആയ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവിൽ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. എന്നിട്ട് താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്ത തുണിയിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ വരച്ചെടുക്കാം. അതിനുശേഷം സ്ലീവിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കാം. എന്നിട്ട് സ്ലീവിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. താഴ്ഭാഗത്തെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയെ 1 ഇഞ്ച് പുറത്ത് വരത്തക്ക രീതിയിൽ നമുക്കിത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറ്റേ പീസും ഇതുപോലെ വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഈ എക്സസ് വന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. ബാക്ക് പാർട്ടിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ പുറത്തു വരുന്ന വശം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ഷോൾഡറിന്റെ തയ്യൽ തുമ്പിനെ ഒന്നുകൂടെ മടക്കി ഒന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ സ്ലീവിന്റെ അളവും ആം ഹോളിന്റെ റൗണ്ടും ഈക്വൽ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സ്ലീവിന്റെ സെന്ററും ഷോൾഡറിൽ വെച്ചിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടോ, നല്ല കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സ്ലീവ് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ സ്ലീവ് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞു. കണ്ടോ, ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത സീം അലവൻസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. താഴ്ഭാഗത്ത് സ്ലീവിന്റെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. ആ 2 ഇഞ്ചെല്ലാം നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. അങ്ങനെ 2 ഇഞ്ച് എല്ലായിടത്തും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് ഓപ്പണിന്റെ ഭാഗം വരുമ്പോൾ നമുക്കവിടെ കുത്തി നിർത്തി ഒന്ന് കെട്ടിട്ട് നിർത്താം. വീണ്ടും തിരിച്ച് ബാക്കിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്ലിറ്റിന്റെ ഭാഗം നമുക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് സ്ലിറ്റിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറു സൈഡും ചെയ്തെടുക്കണം. അതിനുശേഷം ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. ആദ്യം മുൻവശത്തെ ഭാഗം 1 ഇഞ്ച് മടക്കി, അത് 1/2 ഇഞ്ച് മടക്കി 1/2 ഇഞ്ച് മടക്കി അങ്ങനെ 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ മുൻവശത്തെ അടുത്ത ഭാഗവും ചെയ്തെടുക്കാം. 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, രണ്ടും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.